മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ല അവിടുന്ന് പറഞ്ഞു, അന്ത മജ്മൂഉൻ മിനൽ അയ്യാം, മനുഷ്യ നീ കുറേ ദിവസങ്ങളുടെ കൂട്ടമാണ്. അന്ത മജ്മൂഉൻ മിനൽ അയ്യാം, നീ കുറേ ദിവസങ്ങൾ കൂടിച്ചേർന്നതാണ് നീ. അങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, കുറേ ദിവസങ്ങൾ കൂടിച്ചേർന്നതാണ്. വയസ്സ് കൂടെയാണോ കുറയണോ? നമ്മൾ സാധാരണ പറയാൻ എന്താ, എത്രയായി വയസ്സിങ്ങനെ കൂടിക്കൂടി വരികയല്ലേ. ഞാൻ പറയാൻ നേരെ മറിച്ച, വയസ്സ് കുറയണം. വയസ്സ് കുറഞ്ഞു വരികയാണ്. എനിക്കിപ്പോൾ പണ്ടത്തെ പോകുന്നല്ലോ, വയസ്സൊക്കെ കുറഞ്ഞു. അങ്ങനെ ഒന്ന് നേരെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വയസ്സുണ്ടല്ലോ, ആയുസ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. ശരാശരി നമ്മുടെ ആയുസ് അങ്ങനെയാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് മാ ബൈന 60 വ 70, 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. അത് അങ്ങോട്ട് പോകാം, ഇങ്ങോട്ടും വരാം. അപ്പൊ നമ്മുടെ ഈ ആയുസ് എന്ന് പറയുന്നത് എന്താ പറയാ, ദിവസങ്ങളുടെ അല്ലേ പറയാം, ദിവസങ്ങളുടെ കുറേ ദിവസങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ. അപ്പൊ കുറേ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു 80 വർഷം ഉണ്ടെന്ന് വിചാരിക്കാം. 80 + 365 അല്ലേ? കണക്കൊക്കെ അറിയണ പെട്ടെന്ന് പറഞ്ഞു വിളിക്കറിയില്ല. 80 + × 365 പ്ലസ് അല്ല 365 ഇൻറ്റു അത്രയും ദിവസങ്ങളാണ് എന്ന് വിചാരിക്കാം അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് രേഖപ്പെടുത്തിയത്. പക്ഷെ അതിൽ 40 വയസ്സ് കഴിഞ്ഞു, ഇനി ബാക്കി 40 ഉള്ളൂ, വയസ്സ് കുറയണം. ഇയാളിപ്പോൾ ചാവക്കാട് നിന്ന് വന്നിട്ട് എന്തൊക്കെയാണ് പറയണത്? ഇത് നേരൊക്കെ കിക്കാൻ നോക്കാൻ പറയാനിപ്പോൾ ഇയാൾ വന്നത്. ഞാൻ പറയുന്നതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ വയസ്സ് കുറയുകയാണ്. അപ്പോൾ ദിവസങ്ങളുടെ കുറേ ദിവസങ്ങൾ, ആ ദിവസത്തിൽ നിന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഖബറിലേക്ക് പതുക്കെ നടക്കുകയാണ്. ഖബറിലേക്ക് ഇങ്ങനെ പതുക്കെ പോവുകയാണ് നമ്മൾ. ഓരോ ദിവസം അടുക്കും തോറും നമ്മുടെ ബർസഖി ജീവിതത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. എല്ലാവരും, മരണത്തിന് ടേസ്റ്റ് ഉണ്ട്. അള്ളാഹു നമ്മെ കാമിലായ ഈമാനോട് കൂടി മരിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഈ ദിവസങ്ങൾ ഓരോന്ന് പോകുമ്പോൾ സമയം എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. സമയമാണല്ലോ നമ്മുടെ വിഷയം. ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു തന്ന ഈ ആയുസ്സാണ്. അത് തന്നെയാണ് ജീവിതം. ചില ആളുകൾ പറയുന്നത് അറിയോ, പിന്നെ അത് ചെയ്യണം, അതിന് സമയം കിട്ടും, അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നീണ്ട് നാളെ നീളെ ഇങ്ങനെ പോകും. പണ്ടൊരു ചങ്ങാതിനോട് ഒരാൾ ചോദിച്ചു അത്രേ, ബഷീറല്ല, ഇത് വേറെ ബഷീറാട്ടോ, പെട്ടെന്ന് വായിൽ വന്ന ഉദാഹരണം. ഈ ബഷീറല്ല, ഈ ആലത്തുകാർ കുറേ ബഷീറന്മാരെ നാടാണ്. മജ്മൂഉ മിനൽ ബഷീറിന്റെ ജമ്മന്ത അല്ലേ, ബഷീറന്മാരുടെ നാടാണ്. അത് പണ്ട് സാറ് കുട്ടികളോട് ചോദിച്ചു അത്രേ, പിന്നെ ആരെങ്കിലും ഒരു വെള്ളത്തിലും കരയിലും കടലിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുത്തൻ പറഞ്ഞു ആമ. ഓക്കെ, വേറെ നീ പറയൂ, തവള. ഓക്കെ, നെക്സ്റ്റ് നീ പറയൂ. അപ്പോൾ അവനൊന്നും കിട്ടില്ല. അപ്പം അവൻ പറഞ്ഞു വേറെ തവള എന്ന് പറഞ്ഞു. ശരി, കറക്റ്റ് എന്ന് പറഞ്ഞ മാതിരി ഇത് വേറെ ബഷീറാണ്. ബഷീറിനോട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീറിനോട് അധ്യാപകൻ ചോദിച്ചു, ബഷീർ എന്താണ് വിശേഷം? ബഷീർ പറഞ്ഞു, എന്ത് വിശേഷം സാറേ, 10ാം ക്ലാസ് അല്ലേ, 10ാം ക്ലാസ് അത് 10ാം ക്ലാസ് ഒരു കടമയല്ലേ, SSLC അത് കഴിഞ്ഞാലല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനിലാണ്. അപ്പോൾ 10 വരെ ബഷീറിന് സുഖം ഉണ്ടായിട്ടില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 ആയി, ഡിഗ്രി ആയി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബഷീറെ പിന്നെ കണ്ടു. എന്താ ബഷീറെ വിശേഷം? സത്യസന്ധമായ വർത്താനത്ത് ബഷീർ പറഞ്ഞു, എന്ത് വിശേഷം, വാപ്പ ഗൾഫിൽ 10-35 കൊല്ലമായി, ഞാനൊന്ന് പിന്നെ അങ്ങനെ ഗൾഫിലേക്ക് എത്തിയിട്ട് വേണ്ട ഉപ്പാക്കൊന്ന് വിശ്രമിക്കാൻ. അതാണ് അവൻ്റെ അടുത്ത ടെൻഷൻ. അതും കഴിഞ്ഞു. അങ്ങനെ അവൻ ഗൾഫിലെത്തി, നല്ല ജോലി കിട്ടി. ജോലിയുമായി ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ അവനോട് ചോദിക്കാം, എന്താ ബഷീറെ വിശേഷം? അപ്പോൾ ബഷീർ പറയും, എന്ത് ഒരു ഒറ്റക്കുള്ള ജീവിതമല്ലേ,
അല്ലേ അല്ലേ? അപ്പൊ അവന്റെ അടുത്ത ബേജാറ് ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ. ഒരു പെണ്ണൊക്കെ കെട്ടി കുടുംബമായിട്ട് ജീവിക്കുമ്പോഴല്ലേ ജീവിതത്തിൽ ഒരു ഒരു അന്തസ്സുള്ള ഒരു സുഖമുള്ളൂ. അവനക്ക് അടുത്ത ടെൻഷനായി. അങ്ങനെ പെണ്ണൊക്കെ നോക്കി കല്യാണമൊക്കെ കഴിച്ചു. ഇങ്ങനെ കുറച്ച് 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബഷീറിനോട് ചോദിച്ചു, ബഷീർ എന്താ വിവരങ്ങൾ? ബഷീർ എന്ത് വിവരസ്ഥാണ്, ഒരു കുഞ്ഞിക്കാല് കാണാത്ത ജീവിതം അല്ലേ, ഒരു കുട്ടിയൊക്കെ ഉണ്ടാവേണ്ട ജീവിതത്തിൽ. അങ്ങനെ പിന്നെയും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയായി, 1 അല്ല 2 അല്ല 3 കുട്ടിയായി, 4 കുട്ടികളൊക്കെയായി. അങ്ങനെ അവരോട് വിശേഷം ചോദിക്കുമ്പോൾ അപ്പോൾ സത്യസന്ധമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മറുപടി പിന്നെ അടുത്ത ആദ്യം എന്ത് ഉസ്താദേ കുട്ടികളൊക്കെ പഠിപ്പിക്കണ്ടേ, കുട്ടികളെ പഠിപ്പിച്ചു, കുറേ കണ്ടെത്തിയ കുട്ടികളെ കെട്ടിച്ചേക്കണ്ടേ, ആ ബേജാറിലായി. അപ്പോഴും ബഷീറിന് ജീവിതത്തിൽ ശരിയായ സുഖം കിട്ടിയിട്ടില്ല. അങ്ങനെ കുട്ടികളൊക്കെ കെട്ടിച്ച് 3-4 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരുടെ എല്ലാവരും കല്യാണം കഴിച്ചു. ഇപ്പൊ എന്താ വിശേഷം ബഷീറെ? ബഷീർക്കാക്ക് വയസ്സിപ്പോൾ എത്രയായി? ഇപ്പൊ ബഷീറല്ല, ബഷീറാക്കാണ്. ബഷീറാക്കാക്ക് 10-60 വയസ്സായി. എന്ത് സുഖസ്ഥാതെ, സുഖത്തിന്റെ കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ നാം, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതാണ് ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഴിയട്ടെ. ചില ആളുകൾ അങ്ങനെയാണ്, എല്ലാം മാറ്റി വെക്കും. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ അത് കഴിയട്ടെ. ഞാനുണ്ടല്ലോ ഈ റമളാൻ ഇത് ഈ വെള്ളി ഇനിയിപ്പോൾ ഏതായാലും റമളാൻ ആവാനായില്ലേ, ഈ റമളാൻ ഉണ്ടാവട്ടെ, അങ്ങനെ ഒക്കെ നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയമുണ്ടല്ലോ, ഈ സമയമാണ് നമ്മൾ ഓരോ സെക്കൻഡുകളും. വിജയിച്ച ആളുകളുടെ ചരിത്രം പരിശോധിച്ചാലേ അവരൊക്കെ ടൈം കൃത്യമായി ഉപയോഗപ്പെടുത്തിന. ഷാഫി ഇമാമൊക്കെ പിന്നെ രാത്രിയെ പോലും 4ആയി തിരിച്ചു എന്ന് കാണാം. 3 ഭാഗമാക്കി രാത്രിയെ. ഒരു ഭാഗം രാത്രിയുടെ തന്നെ ഒരു ഭാഗം ഇബാദത്തിനും, ഒരു ഭാഗം ഉറക്കത്തിനും, ഒരു ഭാഗം പഠനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നാ. എത്ര സമയം അവർ ഏറ്റവും പിശുക്കിയത് അതിനാണ്, സമയത്തിന്റെ കാര്യത്തിലാണ്. ആയുസ് ഒന്ന് പറഞ്ഞു നോക്കില്ലേ, ആയുസ് വാക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബന്ധമുണ്ട് അല്ലേ? ആയുസ് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയാലേ, ആയുസ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വേറെ സിനിമയും കണ്ട് നോക്കിയിരുന്ന ആയുസ് തീർന്നുണ്ടാവും. അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്ന പോലെ നമ്മൾ ചാലുവായി. നമ്മ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു, നമ്മളിങ്ങനെ വന്നു, ശിശുക്കളായി, ബാലന്മാരായി, കൗമാരക്കാരായി നമ്മൾ ജീവിതത്തിലേക്ക് പിച്ചുവെച്ചു, കാല് വെച്ച് തുടങ്ങി. അവിടെ നമ്മൾ ജീവിതം സ്റ്റാർട്ടായി. ഇനി നമ്മൾ ഉറങ്ങിയാലും, നമ്മൾ ഉണർന്നാലും, നമ്മൾ പ്രവർത്തിച്ചാലും, നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലും ഓരോ നിമിഷത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ആയുസിന്റെ, നമ്മുടെ സമയങ്ങളുടെ, ദിവസങ്ങളുടെ ഓരോ ദിവസം കൊഴിഞ്ഞു പോവുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്, ഖാമിസുൽ ഖുലഫാഇർ റാഷിദീൻ, 5ാം ഖലീഫ എന്ന് ചരിത്രത്തിൽ ഖ്യാതി നേടിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അവിടുത്തെ ഭൃത്യൻ വന്നിട്ട് ഒരു ദിവസം ചോദിച്ചു, രാത്രി ഇങ്ങനെ ഒരുപാട് നേരെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ക്ഷീണിതനാണ്. യാ സയ്യിദി, ബാക്കി നാളെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, നാളെ ചെയ്യാൻ ഇത് ഇന്നത്തെ നാളേക്ക് വെച്ചാൽ അപ്പൊ നാളത്തെ കാര്യം കൂടി ഞാൻ തന്നെ ചെയ്യണ്ടേ? അത്രയും സൂക്ഷ്മത സമയത്തെ, പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ അവർ. അതുകൊണ്ടാണ് ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അദ്ദേഹത്തെ കുറിച്ചുള്ള പാട്ടാണല്ലോ അത്. ഉമർ ബിൻ ഖത്താബിനെ കുറിച്ചല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കുറിച്ചാ. എത്ര സൂക്ഷ്മതയായിരുന്നു എല്ലാ കാര്യത്തിലും. അവർക്ക് സ്വന്തം പെണ്ണിനോട്, കെട്ടിയാളോട്, കുടുംബത്തോട് ചോദിക്കുക, ഫാത്തിമ കാശുണ്ടീ, എൻ്റെ കയ്യിൽ ഒരു 4 ഉറുപ്പിക ഇട്ടാണ്. എന്തിനാ നിങ്ങൾക്ക് പൈസ? അങ്ങാര് എന്നറിയില്ലേ, അങ്ങേ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 അണയില്ല യാചകനായെന്നു അല്ലേ? നിങ്ങൾ ഇവിടുത്തെ ഖലീഫ, ആ ബോധം നിങ്ങൾക്കില്ലേ? പ്രാണസഖി നന്നായി അറിയാം ഞാൻ നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എൻ്റെതായൊരു
ദിർഹമുമില്ല പ്രിയേ. അങ്ങനെയാണ്. അപ്പോൾ പൈസ ചെലവഴിക്കുന്നിടത്തും സമയങ്ങളെ ചെലവഴിക്കുന്നിടത്തും വലിയ പിശുക്ക്. നമ്മളെ പിശുക്കൊക്കെ പിന്നെ വേറെ കോലത്തിലാവുന്നുണ്ടോ? മഹാന്മാരൊക്കെ പിശുക്കിയത് സമയത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ദിവസം ഇപ്പൊക്കെ തോന്നുന്നത്, നമ്മൾ ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പോൾ ഡിസംബർ 19 ഏതാനും ദിവസം കഴിയുമ്പോൾ നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതല്ല പുതിയ വർഷം എന്നത് വേറെ വിഷയം. എങ്കിലും നമ്മളെല്ലാവരും അത് അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടാടുന്നത്. പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത് എന്താ പറയുക, ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട 365 ദിവസം, ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ പല ആളുകളും, എനിക്ക് എല്ലാവരും നേരിട്ട് അറിയില്ല, എല്ലാവരെയും പരിചയപ്പെട്ടിട്ടില്ല. എനിക്കിത് പറയാൻ തന്നെ അർഹത ഉണ്ടോ എന്ന് സത്യത്തിൽ ഞാൻ ഇന്നിങ്ങനെ അസർക്കേഷനിൽ ആലോചിച്ചു. പിന്നെ ആരെങ്കിലൊക്കെ പറയേണ്ടപ്പോൾ ഇതില്ലേ, പറയാൻ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ പറയാതെ അതിലേറെ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരിമാർ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വേറെ ഒന്നുമില്ല, സമയം ഇതന്നെയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഓരോ ദിവസങ്ങളും, ഒരു ദിവസം പോയാൽ പോയി. സാധാരണ അങ്ങനെ പറയാറുണ്ട്, ഓരോ ടൈമിൻ്റെ, ഇപ്പോൾ വർഷത്തിൻ്റെ ഒക്കെ ഒരു വില അറിയണമെങ്കിൽ പറയാറില്ലേ, ആരോട് ചോദിക്കണം? ഒരു വർഷം മിസ്സായ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ മതി. ഡിഗ്രി ചെയ്യാനോ മറ്റൊക്കെ ഒരു കൊല്ലം നഷ്ടപ്പെട്ടപ്പോൾ അവർക്കറിയും അതിൻ്റെ വില എന്ന് പറയാറുണ്ട്. അങ്ങനെ പിന്നെ ഒരു മിനിറ്റുകളുടെ വില എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ട്രെയിനിന് പെട്ടെന്ന് എത്തിക്കിട്ടിയില്ല, ഒരു മിനിറ്റ് ഞാൻ വൈകിയുള്ളൂ, അപ്പോഴേക്കും ട്രെയിന് പോയി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോയി. ഇപ്പോൾ ഓട്ട മത്സരത്തിലൊക്കെ, ഒളിമ്പിക്സിലൊക്കെ പിന്നെ ഒരു സെക്കൻഡ് എങ്ങാനും പുറകോട്ട് പോയാൽ അത്രമേൽ വിലപ്പെട്ടതാണ്, അത്രമേൽ നഫീസയാണ്, അത്രമേൽ വിലമതിക്കാനാവാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും. ആ സമയങ്ങൾ നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? മൊബൈൽ കണ്ടും, എന്താ പറയുക, വെറുതെ സ്വറ പറഞ്ഞും നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ എല്ലാ അമലുകളും, നമ്മുടെ എല്ലാ സംസാരങ്ങളും, നമ്മുടെ എല്ലാ ഇടപെടലുകളും നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഉള്ളതാക്കി മാറ്റാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ദുനിയാവിൽ ജീവിച്ചാൽ, ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഇതിൽ 40 വയസ്സ്, 50, 60, 70 ഒക്കെ വയസ്സുള്ള ആളുകൾ ഇതിലുണ്ട്. അത്രയും പ്രായമുള്ള ആളുകൾ ഒന്നിങ്ങനെ ബാക്കിലേക്ക് നോക്കിയൊക്കെ, പഠിച്ചോനെ എത്ര പെട്ടെന്നല്ലേ എൻ്റെ 60 വർഷം പോയത്, എത്ര പെട്ടെന്നല്ലേ എൻ്റെ 40 വയസ്സ്, 40 വർഷം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അമൂല്യമായ എൻ്റെ ആയുസ് പടച്ച റബ്ബേ ഇവിടെ പോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടല്ലാതെ, 4 കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ കാലൊന്ന് മാറ്റിവെക്കാൻ പരലോകത്ത് അനുവാദമില്ല. 4 കാര്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം. നിന്റെ ആയുസ്സിനെ കുറിച്ച് പറയണം, നിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയണം, നിന്റെ സമ്പത്തിനെ കുറിച്ച്, നിന്റെ അറിവിനെ കുറിച്ച് പറയണം. നിന്റെ സമ്പത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് ചിലവഴിച്ചത്, അതിനും ഉത്തരം പറയണം. വെറുതെ തന്നൊന്നല്ല അല്ലാഹു തആല നല്ല ആരോഗ്യം തന്നു നമുക്കൊക്കെ. അതുകൊണ്ട് കൃത്യമായി പടച്ച റബ്ബിനോട് മറുപടി പറ. അതല്ലെങ്കിൽ മനുഷ്യനൊരു സ്വഭാവം ഉണ്ട് അത്രേ. എന്താ സ്വഭാവം എന്നറിയോ? ഇപ്പൊ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് നമ്മളൊക്കെ നേരിട്ട സംഗതിയാണ്. ദിവസങ്ങളോളം കിട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് എന്ത് ഒരു 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ്, ചിലപ്പോൾ 5 മിനിറ്റോട് പഠിക്കും. അത്ര ടൈം മതി. എന്നിട്ടും ഒരുപാട് സമയം കിട്ടിയതില്ല, അത് പഠിക്കൂല. മനുഷ്യൻ അങ്ങനെയാണ്, എല്ലാം പിന്നക്കും വെക്കും. അങ്ങനെ ജീവിതം പോലും പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വച്ച വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്,
നിങ്ങൾക്ക് മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളെ സമീപിക്കും മുമ്പ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോളണേ. അംഫിക്കുന്ന് പറഞ്ഞാൽ ശരിക്കും സമ്പത്ത് മാത്രമൊന്നുമില്ല കേട്ടാ, സമ്പത്ത് മാത്രമൊന്നുമല്ല. എന്താണോ ചിലവഴിക്കാൻ പടച്ചോന്റെ ദീനിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പറ്റി, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകള് എപ്പോ കൊടുക്കണം? മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളെ മരണം സമീപിക്കുന്നതിന് മുമ്പ് കൊടുത്തോളണം, ചിലവഴിച്ചോളണം. എന്താ കാരണം? ഫയഖൂല, അപ്പോൾ ആ സമയത്ത് അവൻ വിളിച്ചു പറയും. മരണം ഇങ്ങനെ മുഖറബ് മലക്കുൽ മൗത്ത് അവന്റെ മുന്നിലെത്തി റൂഹിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോ ഫയഖൂല, ആ സമയത്ത് അവൻ കെഞ്ചും. നമ്മളെ മുന്നിൽ കൺമുന്നിൽ എത്രയോ ആളുകൾ മരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഈമാനുള്ള മരണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫയഖൂല, അവൻ നിലവിളിക്കും, അവനിങ്ങനെ കെഞ്ചി പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അപ്പോഴങ്ങനെ ചോദിക്കാം, കുറെ സമയമൊന്നും വേണ്ട റബ്ബേ, കുറച്ചു നേരം. അജലിൻ ഖരീബ്, വളരെ ചുരുങ്ങിയ സമയം, മാസങ്ങളും വർഷങ്ങളും ഒരുപാട് കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ ആ മരണം മുന്നിലെത്തുമ്പോ അവൻ പറയാ, എനിക്ക് കുറച്ച് സമയം. എന്തിനാ? ഫഅസ്സദ്ദക വഅകും മിനസ് സാലിഹീൻ. ഫഅസ്സദ്ദക, ഞാൻ സ്വതക്ക ചെയ്യാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാകാം എന്ന് മരണം കൺമുന്നിലെത്തുമ്പോ, മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിക്കാൻ തുടങ്ങുമ്പോ പറയും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് വീട്ടിലെമത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയിന്മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും കബർ ബഹുജോറിലേ. എൻ്റെ പാട്ടുകൾ പാട്ടായിട്ട് നിർക്കണ്ടട്ടാ, അതിൻ്റെ ആശയം മാത്രം കൊണ്ടാൽ മതി. എന്നാൽ പാടാൻ അറിയുന്ന കുട്ടികളൊക്കെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ ആ പാട്ടിൻ്റെ വരികളിലുള്ള ഇഷ്ടം കൊണ്ട് മാത്രം പാടണം. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ താണി എന്നിലാരെന്ന്. എത്ര ഹൃദയസ്പൃക്കായ വരികളല്ലേ, എത്ര മനോഹരമായിട്ട. പരം വിധിച്ചുമായിട്ട് ചുങ്കില് നടക്കുന്ന സുജാത്ത് നാമൊക്കുണ്ട് നാട്ടില്, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടില്. അപ്പൊ മരണം ഒരു യാഥാർത്ഥ്യമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ, എല്ലാവരും മരിക്കും. മരിക്കുന്ന സമയത്ത് വെപ്രാളപ്പെടുന്ന കെഞ്ചുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ ഇപ്പൊ ഉപയോഗപ്പെടുത്തണം. ഗസാലി ഇമാമൊക്കെ മരിച്ചതുപോലെ ഈ ദുനിയാവിൽ നിന്ന് പോകാൻ നമുക്ക് കഴിയണം. ഗസാലി ഇമാമിന്റെ മരണം പറയുന്നുണ്ട്. ഗസാലി ഇമാം കഫൻ പുടവ തുണി റെഡിയാക്കി കുളിച്ച് വൃത്തിയായി ഒന്നെടുത്തു വന്ന് കഫൻ തുണി വിരിച്ച് അതിൽ 2 റക്അത്ത് നിസ്കരിച്ച് അതിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ചു എന്ന് ദൃസാക്ഷികൾ പറയാ. എത്ര സന്തോഷമുള്ള മരണല്ലേ. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. മരിക്കുന്ന സമയത്ത് വളരെ ഈ കലിമ ചൊല്ലി മരിക്കുന്ന ഒരുപാട് മഹാന്മാരുടെ മരണങ്ങൾ അങ്ങനെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും സമയം കിട്ടിയിട്ടില്ല. ഈ പണ്ടൊക്കെ മഹാന്മാർക്ക് അന്ന് കൊടുത്ത സമയമുണ്ടല്ലോ, ആലോചിക്കാറുണ്ട്. ഇപ്പോൾ പേനയില്ല, പേന അവർ ഈ മറ്റേ മരത്തുമ്മൻ്റെ കഷ്ണം എടുത്തിട്ട് മഷിയിൽ മുക്കിയിട്ട് ഒന്ന് മുക്കും ഒന്ന് എഴുതും, മുക്കും എഴുതും. അങ്ങനെ എഴുതി 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 എത്ര വലിയ ഗ്രന്ഥങ്ങളൊക്കെ അവർ എഴുതിയുണ്ടാക്കി. നമുക്കിങ്ങനെ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ വരാം
അല്ലേ? സംഗതി എത്തി, അത് എവിടേക്കൊക്കെ എത്തി. എന്നിട്ട് പോലും നമുക്ക് ഒരു ദിവസം സുബൈക്ക് നമ്മൾ എഴുന്നേറ്റു, ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കി, എന്താ ഞാൻ ചെയ്തത്? സുബ്ഹാനല്ലാഹ് യാ ഇലാഹി കൈഫ ഹാലി ലൈസ ലീ ഖൈറുൽ അമൽ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അവിടെ നിന്ന് ഇങ്ങനെ പറയാറുണ്ട്, യാ ഇലാഹി, എൻ്റെ ഇലാഹേ, കൈഫ ഹാലി, എൻ്റെ അവസ്ഥ എന്താണ്? ആരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്? അബൂബക്കറും ഫിൽ ജന്ന, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പോകുന്നത് അബൂബക്കറാണെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞ അതേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ബേജാറ്, യാ ഇലാഹി കൈഫ ഹാലി, പടച്ചോനെ എൻ്റെ ഹാലെന്താണ്? ലൈസ ലീ ഖൈറുൽ അമൽ, എൻ്റെ പക്കല് സൽക്കർമ്മങ്ങളൊന്നുമില്ലല്ലോ റബ്ബേ. അപ്പൊ ഈ ഒരു ബേജാറ്, നമ്മൾ നേരം വെളുത്തു, നമ്മൾ ഉറങ്ങാൻ പോകുന്നു, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കി നോക്ക്, എത്ര അവർക്ക് കൊടുത്ത അതേ മണിക്കൂർ 60 മിനിറ്റ് തന്നെയാണ് ഒരു മണിക്കൂർ അന്നും ഇന്നും. ഒരു സെക്കൻഡിന്റെ ദൈർഘ്യം അന്ന് എത്രയാണോ അത്ര തന്നെയാണ് ഇന്നും. നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സെക്കൻഡുകൾ കൊണ്ട്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പാലക്കാട് പോകണം, പാലക്കാട് പോകണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പോയി വരാം. നമുക്ക് വണ്ടി എടുക്കുന്നു, പോകുന്നു, വരുന്നു. അവർക്ക് അന്ന് പാലക്കാട് പോകണമെങ്കിൽ രാവിലെ പുറപ്പെടണം, എന്നിട്ട് ഒരുപക്ഷെ വൈകുന്നേരമായി തിരിച്ചെത്തുമ്പോൾ അന്നത്തെ ദിവസം തീർന്നു. എത്രയോ ആളുകളെ കാണണം. എന്നിട്ടും അവർ ബന്ധങ്ങൾ നന്നായി നിലനിർത്തിയിരുന്നു, അവർ ഒരുപാട് പണിയെടുത്തിരുന്നു. അതെങ്ങനെയാണ്? ഒന്ന് ഡെഡിക്കേഷനാണ്. അപ്പൊ അതിലൊരു ബറക്കത്തുണ്ടാവും. അതിനൊക്കെ കറാമത്ത് എന്ന് പറയും. അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ചില കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആദരവ്, പടച്ചവൻ കൊടുക്കുന്ന ഈ കറാമത്ത് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും കിട്ടാട്ടോ. കറാമത്ത് കിട്ടാൻ വലിയ താടിയും തൊപ്പിയും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചയും അല്ലെങ്കിൽ ഷെയ്ഖുനാന്നുള്ള വാലൊന്നും വേണമെന്നില്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, തഖ്വ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞുകൊള്ളൊന്നുമില്ല. കിട്ടാവുന്നൊരു സംഗതിയാണ് കറാമത്ത്. അപ്പോൾ മഹാന്മാർ അങ്ങനെയാണ്. ഇപ്പോൾ നബവി ഇമാമിൻ്റെ ഞാനിങ്ങനെ വായിച്ചു തോർക്കുന്നു, പണ്ട് പഠിക്കുന്ന ടൈമിലൊക്കെ നബവി ഇമാം കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഗ്രന്ഥം ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് മയങ്ങി ഉറങ്ങിപ്പോയി. കുറച്ച് നേരം പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ കരയണം ഇമാം നബവി, കരയുക. ഈ 10 മിനിറ്റ് നേരം ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് സമാധാനം പറയും എന്നാലോചിച്ച് കരഞ്ഞിരുന്ന മഹാന്മാർ അവരാണ് നമ്മുടെ പൂർവികർ. ഓരോ ദിവസത്തിനും, ഓരോ മണിക്കൂറിനും, ഓരോ മിനിറ്റിനും അത്രമേൽ പ്രാധാന്യം, വില നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ കൽപ്പിച്ചിരുന്നു. ഞാൻ പറയുന്ന ഇത്ര ഇരിക്കുന്ന നമ്മൾ പിശാചിൻ്റെ വലയത്തിൽ അകപ്പെടാതെ, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ ചെന്ന് ചാടാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വത്തവാസൗ ബിൽ ഹക്ക് എന്നാണല്ലോ. ആർക്കും പിടിച്ചിക്കാനൊന്നും എളുപ്പമല്ല. പിശാച് ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കണം, ഇയാൾ വലിയ ഖാദിയാണ്, ഇയാൾ വലിയ ഹത്തീബാണ് എന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇയാളൊന്ന് ദുർബലനാകുമ്പോൾ നിങ്ങളൊന്ന് ചോദിക്കണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കണം. അങ്ങനെ വത്തവാസൗ ബിൽ ഹക്ക്, അങ്ങനെ സമയം കളയാത്തവരായി ദീനിന്റെ മാർഗത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനം. അതിന് നല്ലൊരു മഹല്ല് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കുണ്ട്. ഈ മഹല്ലിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ആളുകളെയും, മുഴുവൻ സംവിധാനങ്ങളെയും കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി ഇതൊരു ഈ ഇശാഅത്തുൽ ഇസ്ലാം മഹല്ല് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഈ ആലത്തൂരിൻ്റെ ഒരു വലിയ പ്രകാശ ഗോപുരമാണ്, ഒരു ലൈറ്റ് ഹൗസാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ആളുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള സമയം ഇപ്പൊ ഇതാ വെളിപ്പാടകലെ ഇതാത് വരുമ്പോഴേക്ക് വരും. ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ വരുന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ. ഇഷ്ടപ്പെട്ടവർ വരുമ്പോൾ എന്തേ ഇത് വരാത്തത്, എന്തേ കാണാത്തത്, അങ്ങനെയാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ദിവസങ്ങളുടെ ആയി കിട്ടൂല. ഇന്ന് 3-ാം തീയതി, ഇത് ദിവസങ്ങൾ പോണില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ എത്ര പെട്ടെന്നാ ദിവസം പോയാൽ. ദിവസം പോയിട്ടൊന്നുമില്ല, ദിവസത്തെ സ്പീഡ് കൂടെ കുറയൊന്നും ചെയ്തിട്ടില്ല. അത് നമ്മുടെ മാനസിക അവസ്ഥയാണ്. അപ്പൊ റമദാൻ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് എത്ര പെട്ടെന്ന് റമദാൻ, 2 മാസം കൊണ്ട് പറയുമ്പോഴേക്ക് സാധനം കണ്ടെത്തി. അത് ഉള്ളിൽ സ്നേഹക്കുറവുണ്ട ചില ആളുകൾക്ക്, അവരോട് വരുന്നില്ല, റമദാൻ കാണുന്നില്ലല്ലോ, ഇനിയുണ്ടോ കുറേ ദിവസം
ഇങ്ങനെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ അതിഥിയായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ചിട്ടയായ പ്രവർത്തനം, അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പറയാനൊക്കെ നല്ല സുഖ, ഒരു നാവുണ്ടായാൽ മതി പറയാം. അതിനപ്പുറം അത്രമേൽ മനോഹരമായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മളൊക്കെ പിന്നെ ശൈശവം, ബാല്യം, കൗമാരം ഒക്കെ കഴിഞ്ഞ് യൗവനവും പിന്നിട്ട ആളുകളാണ് ഒട്ടുമുക്കാൽ ആളുകളും ഇവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിലാണ് വണ്ടി ഉള്ളത് അല്ലേ? അധിക ആളുകളും റിവേഴ്സ് ഗിയറിലാണ്. ഇപ്പൊ ഒരു തോന്നലൊക്കെ ഉണ്ടാവും ചിലപ്പോ. പിന്നെ ഈ ചെക്കപ്പൊക്കെ ചെയ്തില്ലേ? ചെക്കപ്പ് ചെയ്താൽ മരിക്കൂലേ? ചിലർക്ക് അങ്ങനെയൊക്കെ ധാരണ ഉണ്ട്. എല്ലാ മാസം 1-ാം തീയതി മൂപ്പര് ചെക്കപ്പ് ചെയ്യും. മരിക്കാൻ രോഗം വേണമെന്നില്ല കേട്ടോ, മരിക്കാൻ പ്രായമാകണമെന്നില്ല, ഒരസുഖം വേണ്ട മരിക്കാൻ ഒരൊറ്റ കാരണം മതി. എന്താ കാരണം? ഒരൊറ്റ കാരണത്താൽ ആ മനുഷ്യൻ മരിക്കുന്നത്. രോഗം വേണമെന്നില്ല, പ്രായമാകണമെന്നില്ല, ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ഒരൊറ്റ കാരണം. അതെന്താ കാരണം? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യൻ അല്ലാഹു കണക്കാക്കിയ അവധി, ആ അവധി വന്നെത്തിയാൽ ഒരു സെക്കൻഡ് പോലും ഒരാളെയും അല്ലാഹു പിന്തിപ്പിക്കുകയില്ല. അവധി എത്തിയാൽ മതി. അത് നമുക്കറിയില്ല അവധി എന്താണെന്ന്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് കാലം മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയ്യുന്നാസി ഖൈർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ഏറ്റവും സൗഭാഗ്യം ലഭിച്ചവനാരാണ്? ഏറ്റവും നന്മ സിദ്ധിച്ചവനാരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. കുറേ കാലം ജീവിച്ചെന്ന് മാത്രമല്ല, വഹസുന അമലു, നന്നായി അമൽ ചെയ്തു, അയാളാണ് ഏറ്റവും നല്ല മനുഷ്യൻ. എത്ര കാലം ജീവിച്ചിട്ട് എന്താ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ എത്രയോ നിർഭാഗ്യവാന്മാർ. അതുകൊണ്ട് ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പിന്നിട്ട് ഇപ്പൊ റിവീസ് ഗിയറിലാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ചില താടിയും മുടിയും ഒക്കെ ഒന്നിങ്ങനെ വെളുക്കുക. നമ്മൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമുക്കറിയാമല്ലോ അല്ലേ? മറച്ചു വെക്കണോ വേണ്ടെന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ നമുക്കറിയാം ഇത് വെളുത്തു തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ സിഗ്നലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം റിവേഴ്സ് ഗിയറിലാണെങ്കിൽ നമ്മളും ഒന്ന് റിവേഴ്സ് ഗിയർ ഇടുക. അതെങ്ങനെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുക? നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്, ഇപ്പൊ നമുക്ക് പാലക്കാട് പോകണം. അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് ഉള്ളിലൊരു പ്രദേശത്ത് നിർത്താം. അല്ല, വല്ലാതെ നീട്ടാൻ കുറേ നേരം സംസാരിക്കുന്ന വലിയ ഇഷ്ടമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് ഒരു സ്ഥലത്ത് പോകണം. വലിയ വഴിയൊന്നും വലിയ പിടുത്തമില്ല, എന്നാലും ഇങ്ങനെ പോകുക. രണ്ടാളും കൂടി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കുറേ എത്തിയപ്പോൾ ഇവൻ പറഞ്ഞു, പിന്നെ എൻ്റെ വായിൽ വരുന്നത് ബഷീർ തന്നെയാണ് കേട്ടാ. അത് ഈ ബഷീറല്ലാന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടേ. പിന്നെ ബഷീർ ഒന്ന് മാറ്റി പിടിക്കാൻ തോന്നുന്നുണ്ട്, കാരണം മൂപ്പര് എപ്പോഴും പള്ളിയിൽ നിന്ന് കാണാണ്ട്. എങ്ങനെ? ഓക്കെ. അല്ലടാ, നമ്മൾ വഴി തെറ്റിയിട്ടില്ലേ? ഇതിലല്ലല്ലോ നമ്മൾ പോകേണ്ടത്. നമ്മൾ ഇവിടുന്ന് റൈറ്റ്, നേരത്തെ ആ ഒരു വളവ് കണ്ടില്ലേ, അവിടെ നമ്മൾ റൈറ്റ് പോകേണ്ടതല്ലേ? അത് ശരിയാണല്ലോ, ഗൂഗിൾ മാപ്പ് അങ്ങനെ കാണിച്ചിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, എന്ത് ചെയ്യും? എന്താ യാത് സാറിലട, നമുക്ക് അങ്ങനെ പോകാം. ആരെങ്കിലും പോകുമോ? ഇല്ല. ഉടനെ റിവേഴ്സ് കയറിടും, വണ്ടി വളക്കും. തിരിച്ചു വരുന്ന പോലെ ജീവിതത്തിൽ വല്ല അബദ്ധസഞ്ചാരങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം നോക്കാതെ, അള്ളാഹുവിൻ്റെ താല്പര്യം പരിഗണിക്കാതെ ഏതെങ്കിലും നിലക്ക് നീ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതാ പരിശുദ്ധ റമദാൻ അടുത്തെത്തി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് റിവേഴ്സ് ഗിയർ ഇടണം. ആ റിവേഴ്സ് ഗിയർ അറബിയിൽ പറയുന്നൊരു പേരുണ്ട്. ഞങ്ങളോട് ചോദിക്കില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. ആരെങ്കിലും പറയണമെങ്കിലൊക്കെ പറയാം. അത് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇനി എന്നോട് ചോദിച്ചാൽ എനിക്കും കിട്ടിക്കൊള്ളുന്നില്ല കേട്ടാ. അങ്ങനെ ഉണ്ടല്ലോ. ആ റിവേഴ്സ് ഗിയറിന് പറയുന്ന പേരാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മടക്കം അല്ലേ? മടക്കം എന്നാണ് തൗബ, ഞാൻ മടക്കം. ആ റിവേഴ്സ് ഗിയറിന്റെ പേരാണ് തൗബ. അപ്പൊ നമ്മൾ തൗബ ഒക്കെ ചെയ്ത്, തൗബ എപ്പോഴും ചെയ്യണം. ചെയ്ത്
ഇൻഷാ അല്ലാഹ് ഈ റമദാനിന് നമ്മുടെ ജീവിതത്തിൽ ഇനി ബാക്കി നിൽക്കുന്ന സമയമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ചെക്കപ്പൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്നൊക്കെ ആരും വിചാരിക്കേണ്ടതില്ല. മരണത്തിനെന്തില്ല, പിന്നെ അസുഖമൊന്നും വേണമെന്നില്ല. മരണം ഒരാൾക്ക് അവധി എത്തിയാൽ മതി, നിശ്ചയിച്ച സമയം എത്തിയാൽ മതി. ചില ആളുകൾക്കുണ്ട് തോന്നൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഇനിയിപ്പോൾ ഞാൻ ഇന്നേതായാലും മരിക്കൂല എന്നൊരു തോന്നൽ ഉണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഇങ്ങനെ കൂട്ടാം, മൂത്താപ്പ 75-ലാണ് മരിച്ചത്, വാപ്പ മരിക്കുമ്പോൾ തന്നെ മറ്റേ 70 അടുത്തായിട്ടുണ്ട്, ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും മരിക്കുമ്പോൾ തന്നെ 70, 75, 80 വയസ്സൊക്കെ ഉണ്ട്, അപ്പോൾ ഞാനിപ്പോഴൊന്നും മരിക്കൂല എന്നൊരു തോന്നലിരിക്കുന്ന കുറെ ആളുകളൊക്കെ. ഒരാൾക്ക് അല്ലാഹു നിശ്ചയിച്ച അജല്, അവധി, ആ ഡേറ്റ് അങ്ങ് വന്നാൽ ഒരാളെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല. ഒരാൾക്ക് ഒരു സെക്കൻഡ് പോലും ഒരാൾക്കും അള്ളാഹു നൽകുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂല്യവത്തായ, ഏറ്റവും അമൂല്യമായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്, ഈ സമയം നമ്മളത് നഷ്ടപ്പെടുത്തരുത്. കുട്ടികളോടൊക്കെ പറയാറുള്ള ഒരു കഥ ഉണ്ട്. ഒരു ചെക്കൻ 12 വയസ്സ് പ്രായമുള്ള സ്കൂളിലേക്ക് 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പയ്യൻ സ്കൂളിൽ നിന്ന് ടൂർ പോയി. അപ്പൊ അവൻ ഈ പ്രകൃതിയോടൊക്കെ വലിയ കമ്പമുള്ള ഒരു കുട്ടിയായിരുന്നു. ടൂറ് പോയി അവർ വലിയൊരു കാട്ടിലെത്തിയപ്പോ പിന്നെ ഇവനിങ്ങനെ കാട് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് ഈ പയ്യൻ കൂട്ടം തെറ്റി. അവന് കാട്ടിൽ പിന്നെ ഏതോ വഴിയിലെത്തി. അവന് പിന്നെ പുറത്ത് കിടക്കാൻ പറ്റണില്ല. ഇവന്റെ അധ്യാപകരും ഇവന്റെ സുഹൃത്തുക്കൾ സഹപാഠികളൊക്കെ ഇവനെ തെരഞ്ഞു, ഇവൻ അവരെയും തെരയുന്നു, പരസ്പരം കണ്ടുമുട്ടുന്നില്ല. അവസാനം ഇവരും മടങ്ങി. ഇനി എന്താ ചെയ്യാ, ഇവർ വീട്ടിലേക്ക് മടങ്ങി. ഈ 12 വയസ്സ് പ്രായമുള്ള പയ്യൻ അന്ന് രാത്രി വേറെ നിർവാഹമൊന്നുമില്ലല്ലോ, പേടിച്ച് വിറച്ച് ആ കാട്ടിൽ കഴിച്ചു കൂട്ടി. ഉറങ്ങിയും ഉറങ്ങാതെയും ഒക്കെ ആ കാട്ടിൽ കഴിച്ചു കൂട്ടി. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഭയങ്കര വിശന്നിട്ട് ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ നീ എന്തപ്പോൾ കഴിക്കുക, എവിടുന്ന് ഭക്ഷണം കിട്ടും? അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് മരത്തിലൊക്കെ, കാടാണല്ലോ, നല്ല നല്ല മാങ്ങകളും മാമ്പഴങ്ങളൊക്കെ ഉണ്ട്. കുറേ തിരഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കാണാനുമില്ല, ഒന്ന് എറിയാന്ന് വേണ്ടിയിട്ട് അങ്ങനെ ചെന്ന് നോക്കി. ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു, ഒരു വലിയ ചാക്കിരിക്കുന്നു. അവൻ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ കല്ലുകളാണ് ആ ചാക്കിൽ. നല്ല ഭംഗിയുള്ള കല്ലുകൾ. ഭംഗിയുള്ളതാണെങ്കിലും അല്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വിശപ്പാണ് പ്രധാനം. അവന് ഓരോ കല്ലും എടുത്ത് എന്ത് ചെയ്തു, മരത്തിലേക്ക് എറിഞ്ഞു. എറിയുന്ന ഓരോ കല്ലും തെറിച്ച് വീഴുന്നത് തൊട്ടടുത്തുള്ള പുഴയിലാണ്. പുഴയുടെ ആഴങ്ങളിലേക്കാണ് വീഴുന്നത്. കുറേയൊക്കെ മരത്തിൽ തട്ടി അവന് മാങ്ങൊക്കെ കിട്ടി. മാങ്ങും പഴയൊക്കെ തിന്ന് വിശപ്പെല്ലാം തീർത്തു. അവൻ എന്ത് ചെയ്തു, അത്രയും കൗതുകം തോന്നിയത് കൊണ്ട് 2 കല്ല് എടുത്ത് 2 പോക്കറ്റിലിട്ടു. അത്രയും ഭംഗിയുള്ള കല്ലാണല്ലോ. അങ്ങനെ അവൻ ഒരുവിധം നടന്ന് പകൽ വെളിച്ചത്തിൽ നടന്ന് അവൻ കാടിൻ്റെ പുറത്തേക്കുള്ള വഴി കണ്ടെത്തി പുറത്തെത്തി. അങ്ങനെ റോട്ടിലെത്തി. ഇനി വീട്ടിൽ പോകണം, കയ്യിൽ കാശൊന്നുമില്ല. ബസ് സ്റ്റോപ്പിൽ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എന്താ ചെയ്യുക, വീട്ടിലെത്തണമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത കടയിൽ ഒരാൾ എന്തോ ഒരു സാധനം കൊടുക്കുന്നു, കാശ് വാങ്ങുന്നു. ഇതിവൻ കണ്ടു. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാളുടെ കയ്യിലൊരു കല്ലാണല്ലോ, എൻ്റെ പോക്കറ്റിലുള്ള പോലത്തെ കല്ല്. ആ കല്ല് പതുക്കെ എടുത്തു നോക്കി, അതേപോലത്തെ കല്ലാണ്. അപ്പം ഈ കല്ലിന് കാശ് കിട്ടുമോ? എങ്കിൽ ആ കടക്കാരന് ചോദിച്ചു നോക്കാം. ചോദിക്കാനും പേടി. കടക്കാരനോട് ചോദിച്ചാലോ അയാൾ വഴക്ക് പറയുമെന്നറിയില്ല, കാശ് കിട്ടുമെന്നറിയില്ല. ഏതായാലും മനസ്സോടെ ഇവൻ ചെന്ന് കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഈ കല്ലിന് പൈസ. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് കല്ലിനെ കുറിച്ച് അറിയില്ല, കുട്ടിയെ പറ്റിക്കാം. ആ പൈസ തരാം. എത്ര? 25,000 റുപ്യാണ്. അപ്പൊ ഇവൻ ഞെട്ടി. ഇവനക്ക് ആകെ 10 റുപ്യ കിട്ടിയാൽ മതിയല്ലോ. 25,000. അപ്പൊ അയാളും ഞെട്ടി. ഇവനക്ക് അങ്ങനെ കല്ലിന്റെ വില അറിയോ പഠിച്ചോനെ? അയാൾ പറഞ്ഞു, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ 50,000 റുപ്യരാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പിന്നെയും ഞെട്ടി. 50,000 രൂപ കല്ലിന്? പതുക്കെ പറയും, ഇനി ഒന്നും പറയല്ല, 1,00,000 റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവനൊന്ന് കരയാൻ തുടങ്ങി. ഇവനിങ്ങനെ കരഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ കൂടി. എന്തിനാ മോൻ കരഞ്ഞു? കടക്കാരൻ മോനെ തല്ലിയോ? അതിനെല്ലാം തല്ലിയോ. ഇത്രയും ലക്ഷങ്ങൾ വില വരുന്ന കല്ലാണ്, അതിൻ്റെ വിലയറിയാതെ ഞാൻ ആ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നോർത്ത് കരഞ്ഞ ഒരു കഥയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പണത്തിന് വേണ്ടിയും പ്രൗഢിക്ക് വേണ്ടിയും പ്രതാപത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ സമരം ചെയ്യുമ്പോൾ നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം ആ സമയമാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു നിമിഷമുണ്ട്. അതാണ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ മഹാന്മാരായ നമ്മുടെ സുലഫു സ്വാലിഹീങ്ങൾ, മഹാന്മാരായ സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ വളരെ സൂക്ഷ്മമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയമെന്ന അനുഗ്രഹം അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. എന്തിനാണ് ഞാൻ സമരം ചെയ്യേണ്ടത്? ചോദ്യന്മാരുടേതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടേതാണ്. റസൂലിനോട് ചോദിക്കുന്നത്, യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്തിനു വേണ്ടിയാണ്, എന്താണ് എൻ്റെ യുദ്ധത്തിന്റെ ലക്ഷ്യം? അവിടെ നിന്ന് പറഞ്ഞു, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉന്നതിക്കും ഉയർച്ചക്കും വേണ്ടിയാണ്. അതിനുവേണ്ടി നീ സമരം ചെയ്യണം, അതിനുവേണ്ടി നീ പോരാടണം. നമ്മുടെ സമയം, ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട്, ഇവിടുത്തെ കാരണന്മാര് വളരെ സജീവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു അസറ്റാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമുക്ക് വേണം. നിങ്ങളുടെ അനിയനായി നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. എനിക്ക് മുതിർന്ന ആളുകളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നിങ്ങൾ പിന്നെ ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ കണ്ടായി അല്ലേ, ഇനിയിപ്പോൾ ഞാനായിട്ട് അങ്ങനല്ല. നമ്മൾ എന്താണോ ചെയ്യാൻ പറ്റുക, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തളരും, നമ്മൾ വളരെ വീക്കാവും, നമ്മുടെ മെൻ്റലി ഡിസോർഡർ ആകും. അതിന് വിട്ടുകൊടുക്കാതെ നിങ്ങൾക്ക് എന്താണോ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വന്നിരുന്നിട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ മഹല്ലത്തിന്, നമ്മുടെ നാട്ടിലെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഇനി ശേഷിക്കുന്ന സമയം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീട്ടിലേക്ക് പോയ സംഭവമുണ്ട്. എപ്പോഴാണിത്? റസൂലുള്ളാഹി വഫാത്തായി, അബൂബക്കർ തങ്ങൾ ഖലീഫയായി. എന്നിട്ട് മൊത്തത്തിലൊരു സ്തംഭനാവസ്ഥയാണ്. ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധികൾ, ഒരു ഭാഗത്ത് നിസ്കാരത്തിൽ നിന്ന് അകലുന്ന ആളുകൾ, ഒരു ഭാഗത്ത് കള്ളപ്രവാചകന്മാർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും ഇരുന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഘട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നു, യാ ഉമർ, നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എഴുന്നേൽക്ക്, വാ. ആ പിടിച്ച പിടുത്തമാണ് അവിടുന്ന് കയ്യും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് ഞാൻ പറയുന്നു, നമ്മൾ പിടുത്തം വിട്ടാൽ തെറ്റിപ്പോകും. ഒറ്റക്കെട്ടായി ഒരു ചങ്ങലയിൽ നമ്മളെല്ലാവരും നിൽക്കണം. അതുകൊണ്ട് രക്ഷിതാക്കളുടെ, മുതിർന്നവരുടെ ആ എക്സ്പീരിയൻസും നിങ്ങളുടെ കരുതലും നമ്മുടെ മഹല്ലത്തിന് മുതൽക്കൂട്ടായി ഉണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. രക്ഷിതാക്കൾ മാത്രമല്ല, ഒരുപാട് ഉമ്മമാരുണ്ട്, എൻ്റെ സഹോദരിമാരുണ്ട്, എൻ്റെ അനുജത്തിമാരുണ്ട്. നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് പരസ്പരം പറഞ്ഞും കേട്ടും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വേറൊന്നും പറയാനില്ലെങ്കിൽ 2 മിനിറ്റ് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദുആ കഴിഞ്ഞിട്ട് പറയും അല്ലേ, സമാപന. അപ്പം ഞാൻ നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള വന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. اللهم كن لنا ولا تكن علينا. اللهم كن لنا ولا تكن علينا. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ചിലവഴിച്ചതും
എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ്, ഇവിടെ ചിലവഴിച്ച ഈ സമയം ഞങ്ങളുടെ നന്മയിൽ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത അമലായി നീ സ്വീകരിച്ച് രേഖപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി പല തെറ്റുകളും സംഭവിച്ചവരാണ് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, നീ പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ ദീനിനോടുള്ള ഇഷ്ടം നൽകണേ അല്ലാ, നിന്റെ ഖുർആനിനോടുള്ള ഇഷ്ടം നൽകണേ അല്ലാ, നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളോടുള്ള ഇഷ്ടം നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, നാഫിയായ ഇൽമ നൽകണേ അല്ലാ. ഒറ്റക്കെട്ടായി നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുമയോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കാരണവന്മാര്, ഞങ്ങളുടെ ഉമ്മമാര്, അവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പലരും പല നിരക്കുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലാ, കാമിലായ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ, ആജിലായ ശിഫ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ ഇതാ ചാരത്തെത്തി നിൽക്കുകയാണ്. റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ, റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റമദാനിനെ ഏറ്റവും നിലക്ക് സ്വാഗതം ചെയ്യുന്ന സൗഭാഗ്യവാന്മാരായ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് ബർസഖിലാണ് റബ്ബേ, ഖബറിലാണ് റഹ്മാനെ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ തമ്പുരാനെ. അവർക്കെല്ലാം നിന്റെ സ്വർഗത്തിന്റെ പരിമളം അവരെ ഖബറുകളിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനം നൽകണേ അല്ലാ, കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ, അസുഖങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. കുട്ടികൾക്ക് നല്ല സൽബുദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം പരിശുദ്ധ കലിമ ചൊല്ലി പുഞ്ചരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.